എന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനെ ഈ പുണ്യഭൂമിയിൽ എന്നെ നിൽക്കാൻ അനുഗ്രഹിച്ചതിന് 1000 കോടി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ചൈതന്യ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ നിന്ന് വരുന്നു. ഞാനിവിടെ വരാനുണ്ടായ സിറ്റുവേഷൻ എനിക്ക് OETയുടെ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ജോലി റിസൈൻ വെച്ചത് തന്നെ OET എക്സാം എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു വിദേശത്ത് പോവുക എന്നത്. അപ്പോൾ ആദ്യം OET എഴുതാൻ നേരം എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അമ്മായിമ്മ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിമ്മ വഴിയാണ് ഞാനിവിടെ അറിയുന്നതും. മുൻപ് തന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ പ്രേയേഴ്സൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇവിടുത്തെ മാതാവാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ 5ാം ക്ലാസ് തൊട്ടുള്ള എനിക്ക് മാതാവിനോട് നല്ല ട്രസ്റ്റുള്ള ഒരാളായിരുന്നു. ഇവിടുത്തെ മാതാവിൻ്റെ കാര്യം എനിക്ക് ക്ലിയറായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അധികം ഇവിടെ വന്നിട്ടില്ലായിരുന്നു. ആ ടൈമിൽ OET എഴുതിയതിന് ശേഷം ഞാനാണെങ്കിൽ എക്സാം എഴുതി റിസൾട്ട് വരുന്ന സമയപ്പോൾ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുക്കാമെന്നൊരു തോന്നലുണ്ടാവുകയും ഞാനിവിടെ വരാൻ ശ്രമിച്ചു. പക്ഷേ അന്ന് മാതാവ് എന്നെ നിരാശപ്പെടുത്തി. അന്ന് ഞാൻ ട്രാഫിക്കിൽ അകപ്പെടുകയും എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാണ്ടാവുകയും ചെയ്തു. അതൊരു പക്ഷേ ഞാൻ അന്ന് മാതാവിനെ വിശ്വസിക്കാതെ ഞാൻ തള്ളി പറഞ്ഞത് കൊണ്ടായിരിക്കാം. അതിനുശേഷം ഞാൻ ഉടമ്പടി പിന്നെ ഒരിക്കൽ വന്ന് എടുത്തിരുന്നു. ആ ടൈമിൽ എൻ്റെ അനിയൻ മരിക്കുകയുണ്ടായി. അങ്ങനെ എനിക്ക് ആ ഉടമ്പടിയും നിരാശപ്പെട്ടു പോയി, അതായത് മുടങ്ങിപ്പോയി. അങ്ങനെ മുടങ്ങിപ്പോയിരുന്നാലും എൻ്റെ അമ്മ എങ്ങനെ എൻ്റെ അനിയൻ്റെ മരണം സഹിക്കുമെന്ന് എനിക്ക് ഒട്ടും ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. അമ്മ എങ്ങനെ അത് എടുക്കുമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അവൻ മരിച്ചിരുന്നത്. അതും അമ്മ മാതാവ് എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അവനെ മരിക്കാണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കി. എനിക്ക് എവിടെ നിന്ന് ആ ധൈര്യം കിട്ടി, അവൻ്റെ ബോഡി കാണാനും എല്ലാം എവിടെ നിന്ന് എനിക്ക് ആ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ടൈമിൽ എൻ്റെ അമ്മ വീട്ടിൽ വരികയും അമ്മ അത് അറിഞ്ഞ് മെൻ്റലാവുന്ന പോലെ ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് കരഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അമ്മ തിരിച്ച് അതുപോലെ തന്നെ ആവുകയും മെൻ്റൽ ആ ഒരു സ്ഥിതി മാറുകയും നോർമലാവുകയും ചെയ്തു. അതിന് എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ അമ്മയില്ലായിരുന്നെങ്കിൽ എനിക്ക് അത് പറ്റുകയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ OET എഴുതി എനിക്ക് കിട്ടിയില്ല. എന്നാലും OET എഴുതാൻ പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ പേനയായിരുന്നു, ഇവിടുന്ന് വെഞ്ചരിച്ച് തരുന്ന പേന എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ അതായിരുന്നു മുറുകെ പിടിച്ചിരുന്നത്. പക്ഷെ എന്നാലും OET കിട്ടിയില്ലെങ്കിലും അതിന് പകരം മാതാവ് എനിക്ക് സൗദിയുടെ എക്സാമും അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതിന് മുന്നിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ പാസ്സാവുകയും അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ പാസ്സായത്. അതിനുശേഷം ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ അന്ന് എൻ്റെ അമ്മേനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് മാതാവിൻ്റെയും ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഒരു ചേച്ചി ഇവിടുന്ന് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പാരഗ്രാഫ് പാടാമെന്നും അത് കമ്പാരിറ്റീവ്ലി രണ്ടാമത്തത് എളുപ്പമായിരുന്നുവെന്നും അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ആ ചേച്ചി വിജയിച്ചതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിലും മാതാവ് പലപ്പോഴും സാക്ഷ്യങ്ങളിലൂടെയാണ് എനിക്ക് ഉത്തരം തന്നിട്ടുണ്ടായിരുന്നത്. അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്കും. ഞാൻ എക്സാമിന് പോയ സമയത്ത് ആദ്യത്തെ പാരഗ്രാഫ് എനിക്ക് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ആദ്യത്തെ 105 ക്വസ്റ്റ്യൻ എനിക്ക് സൗദി പ്രോമെട്രിക്കിന് 210 ക്വസ്റ്റ്യനാണ് മൊത്തം. 105 ആദ്യം, 105 രണ്ടാമത്തെ പാർട്ടായിട്ട്. പക്ഷെ 105ാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ അന്നേരം ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോഴും അമ്മ മാതാവെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞ് അച്ഛൻ തന്ന കാശ് രൂപത്തിൽ മുറുകെ പിടിച്ചായിരുന്നു ഞാൻ ഇരുന്നേ. എക്സാം കഴിയാറായപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു കാണുന്നത്, മാതാവിൻ്റെ രൂപമായിരുന്നു എൻ്റെ കണ്ണിൽ തെളിഞ്ഞ് വന്നുകൊണ്ടിരുന്നത്. അന്ന് മാതാവ് എൻ്റെ അടുക്ക് വരികയും, പക്ഷെ ഞാൻ അന്ന് അവിടെ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി. പക്ഷേ ആ സെൻറ്ററിൽ അവർ എൻ്റെ നിന്ന് ഉപ്പ് തട്ടിക്കളയാൻ പറയുകയും അവർ കാണാതെ വെച്ചേ, പക്ഷെ അവരെങ്ങനെയോ കണ്ടുപിടിച്ചിട്ട് എൻ്റെ അടുത്ത് ഉടമ്പടി ഉപ്പ് തട്ടിക്കളയാൻ പറഞ്ഞു. അതെനിക്ക് ആകെ വിഷമമായി. എന്നാലും ഞാൻ പുറത്തിറങ്ങി വരാൻ സമയപ്പോൾ ഞാൻ ആലോചിച്ചു, മാതാവേ ഞാൻ അമ്മയുടെ എന്തോ പറയും, അമ്മ ഞാൻ കയറിയപ്പോൾ തൊട്ട് അവസാനം വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറയും, പാടായിരുന്നെന്ന് പറയാമെന്ന് പറഞ്ഞ് വന്നതും പക്ഷേ മാതാവ് എൻ്റെ ടങ്ങ് ട്വിസ്റ്റ് ചെയ്തു. ഞാൻ അമ്മയോട് പറഞ്ഞത്, അമ്മ മാതാവ് നോക്കിക്കോളും, ഞാൻ പാസ്സാകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ പാസ്സാവുകയും അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് പാസ്സാകാനും പറ്റി. പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് എളുപ്പം തന്നെ ചെയ്തു തന്നു.
പക്ഷേ മെഡിക്കലിൻ്റെ കാര്യം വന്നപ്പോൾ മെഡിക്കലിന് എനിക്ക് പണ്ടൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരെന്നോട് കുറേ ഇൻസ്ട്രക്ഷൻ തന്നപ്പോൾ എന്നോട് പറഞ്ഞു സർജറി ഒക്കെ ഉണ്ടെങ്കിൽ പറയണം, ഡ്രസ്സ് ഊരി നോക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സർജറി കഴിഞ്ഞിട്ട്, അത് മേജർ സർജറി ആയിരുന്നു, പക്ഷേ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന് ഞാൻ അവരോട് പറഞ്ഞെങ്കിലും അവർക്ക് സമ്മറി വേണമെന്ന് പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ സർജറി കഴിഞ്ഞത്. 2015 പക്ഷേ അത് സമ്മറി എൻ്റെ അനിയൻ മരിച്ച സമയത്ത് അമ്മ കുറേ വേണ്ടാത്ത പേപ്പേഴ്സൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ അതിൻ്റെ കൂടെ പോയി എന്ന് അമ്മ എന്നോട് പറഞ്ഞത്. ഞാനപ്പം ആലോചിച്ചു, മാധവൻ ഞാൻ പെട്ടല്ലോ, ഞാൻ എന്ത് ചെയ്യും, എനിക്കിനി പോകാൻ പറ്റത്തില്ല എന്നുപോലും ഞാൻ ചിന്തിച്ചു പോയി. പക്ഷേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ ഡോക്ടർ കാണും, ഡോക്ടറോട് സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാൻ ചെന്നപ്പോൾ അവിടെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. പക്ഷെ അപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ കാശ് രൂപ ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ ഇവിടെയും പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് ലാസ്റ്റ് അവരുടെ അടുത്ത് പറഞ്ഞ് മെഡിക്കൽ റെക്കോർഡിൽ പോകുമെന്ന് പറഞ്ഞു. അവിടെ എല്ലായിടത്തും പോയി ഞാൻ കരഞ്ഞു. എന്നിട്ട് അവരാരും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ നേഴ്സാണെന്ന് എനിക്കറിയാം, മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ അവസ്ഥയ്ക്ക് എന്തായിരിക്കുമെന്നും എത്ര ഡിലേ ആകും കിട്ടാനൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് ഞാൻ ആലോചിച്ചു, മാധവേ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ, നീ എന്ത് എനിക്ക് ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചു, മോളെ അത് വീട്ടിലുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് നേരത്തെ നോക്കി പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു എൻ്റെ ഉള്ളിൽ മാതാവാണെന്ന് വന്ന് പറഞ്ഞു തന്നത്, അത് ഇരിക്കുന്ന സ്ഥലം, അത് ആ പേപ്പർ മാത്രം മാറി അവിടെ ഇരുന്നു, ബാക്കി ഒരു പേപ്പറും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ അത് മാതാവ് നേരത്തെ കൂട്ടി എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി അറിഞ്ഞത് കൊണ്ടായിരിക്കാം മാതാവ് ഉറപ്പായും അത് മാറ്റി വെച്ചിരുന്നത് അവിടെ. അതുകൊണ്ട് എനിക്ക് അതും കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ പറ്റി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മോൾ പൊയ്ക്കോ, ഞാൻ ഡോക്ടറോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കുറേ പറഞ്ഞു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞാൻ ചോദിച്ചിട്ട് പറയാം, പൊയ്ക്കോ, ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. എനിക്ക് ഫുഡ് കഴിക്കാനും തോന്നുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ടൈമിൽ വൈകിട്ട് 4 മണിയായപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ കുഴപ്പമൊന്നുമില്ല, മോൾ തിങ്കളാഴ്ച വന്നോ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ ആകെ സന്തോഷപ്പെട്ട് തിങ്കളാഴ്ച ഇനിയിപ്പോൾ എന്തെങ്കിലും തടസ്സം വരുമോ എന്ന് ആലോചിച്ച് ഞാൻ പേടിച്ചു. പക്ഷേ എനിക്ക് മാതാവ് കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ ആ ഒരു കാര്യത്തിൽ മാത്രം വീണ് പോയിട്ടില്ല ഇന്നേ വരെ. മാതാവ് അതുപോലെ എൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട് ഇന്നേ വരെ. ഇപ്പം ഈ ഒരു നിമിഷം വരെ മാതാവ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അന്ന് ഞാൻ തിങ്കളാഴ്ച പോയി മെഡിക്കൽ എടുക്കാൻ പോയി. അവരെന്നെ ഫസ്റ്റ് കയറ്റുകയും എനിക്ക് 2 വട്ടം ന്യൂമോണിയ വന്നിട്ടുള്ള ആളാണ്. 2 വട്ടം ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഇയറും അതെനിക്ക് കണ്ടിന്യൂസ് വരാറുള്ളതാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആ ഒരു സാധനം വന്നിട്ടേ ഇല്ല. അങ്ങനെ കഫക്കെട്ട് എനിക്ക് കണ്ടിന്യൂസ് ഉള്ള ആളാണ്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനൊരു ഇതേ ഉണ്ടായിട്ടില്ല. എപ്പോൾ എനിക്ക് കൊറോണ വന്നിട്ടില്ല. പക്ഷേ ആ ടൈം തൊട്ട് എനിക്ക് എപ്പോൾ എക്സ്റേ എടുത്താലും എനിക്കാണെങ്കിൽ പാച്ചസ് ഉണ്ടാവാറുണ്ട്. ലങ് കഞ്ചക്ഷൻ ഉണ്ടായിട്ട് പാച്ചസ് ഉണ്ടാവാറുണ്ടായിരുന്നു എക്സ്റേക്കകത്ത്. പക്ഷേ അന്ന് എക്സ്റേക്കകത്ത് പാച്ചസ് ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ അവിടെ കയറിയത്. എക്സ്റേ എടുക്കാൻ നേരം അന്ന് ഞാൻ കാശ് രൂപം എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. എക്സ്റേ എടുക്കാൻ നേരം മാത്രം ഞാൻ അത് മാറ്റി വെച്ചിട്ട്, പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു. അപ്പോഴും ഞാൻ മാതാവിനെ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഹെബ്രയർ 13:6 കർത്താവാണ് എൻ്റെ രക്ഷകൻ, ഞാൻ ഭയപ്പെടുക വേണ്ട എന്ന ആ വചനം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. എൻ്റെ നാവിൻ തുമ്പത്ത് അത് മാത്രമേ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ മാതാവേ ഞാൻ ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ എനിക്ക് BP എപ്പോഴും കുറവാണ്, തൈറോയിഡുള്ളൊരു പേഷ്യൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് എപ്പോൾ നോക്കിയാലും BP ഹൈപ്പോ ടെൻഷനാണ് ഉള്ളത്. അത് നഴ്സുമാർ എപ്പോഴും എൻ്റെ അടുത്ത് വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ അൺഫിറ്റായി പോകരുത്, ഞാൻ 3 ദിവസം കൊണ്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുക, നീ എന്നെ ഇവിടെ കാത്തോ, ഞാൻ അവിടെ കയറുമ്പോൾ ഈശോപ്പച്ചനായിരിക്കണം അവിടെ ഇരിക്കുന്ന ഡോക്ടറായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട്. അപ്പോൾ അമ്മ എൻ്റെ അടുക്ക് പറഞ്ഞു, മോള് പേടിക്കണ്ട, അവിടെ ഈശോപ്പച്ചൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഹൈറ്റും വെയിറ്റും നോക്കാൻ നിൽക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വേറെ ഒന്നും തന്നെ ചോദിച്ചില്ല, BP ചെക്ക് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഹൈറ്റും വെയിറ്റും നോക്കി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷേക്ക് ഹാൻഡ് തന്നിട്ട് പറഞ്ഞു, മോള് ഫിറ്റാ പൊയ്ക്കോളാൻ പറഞ്ഞു. റിസൾട്ട് വന്നില്ല, പക്ഷേ മോള് ഫിറ്റാ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അമ്മയെടുക്ക് വന്ന് പറഞ്ഞു, അമ്മ അവിടെ ഈശോപ്പച്ചൻ വന്നു, എനിക്ക് ഫിറ്റാന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് റിസൾട്ട് വരണം വരെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് 4 മണിക്ക് അറിഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മോള് ഫിറ്റാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അമ്മ അവിടെ വന്നിരുന്നു, ഉറപ്പായി ഈശോപ്പച്ചൻ തന്നെയായിരുന്നു അമ്മയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം.
മൂന്നാമത്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിസ വരാൻ ലേറ്റായിരുന്നു. വിസ വരാൻ ലേറ്റായപ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം 33 വട്ടം ചെല്ലുമായിരുന്നു. 33 വട്ടം ചെല്ലി പിറ്റേ ദിവസം തന്നെ എനിക്ക് വിസ കിട്ടുകയും ചെയ്തു. അതുപോലെ അതും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് ഉപ്പൂറ്റി ജിം ട്രെയിനറാണ്. അപ്പോൾ എപ്പോഴും രാവിലെയും വൈകിട്ടും ഒക്കെ നിൽക്കലാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് കാല് നല്ല വേദനയാണ്, ഉപ്പൂറ്റി വേദന. കാരണം രാത്രി കാലങ്ങൾ ഉറങ്ങാറ് പോലും ഇല്ല. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും കാണുന്നതാണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ പുള്ളിക്കാരനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അപ്പം ഇതാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ അമ്മായിയമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലു, എനിക്ക് ഇങ്ങനെ കുറേ അനുഭവം ഉണ്ടായി, അത് ഉറപ്പായിട്ടും നടക്കും, വിശ്വാസ പ്രമാണം ചൊല്ലുമെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ, എന്നാൽ നിനക്ക് എന്താ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചാലെന്ന് തോന്നി. അപ്പം 3 മണി സമയമായിരുന്നു ഉച്ചയ്ക്ക്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് 3 മണി സമയം. അപ്പോൾ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക, ഹസ്ബൻഡ് ഉറങ്ങുമായിരുന്നു. ഞാനിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ അറിയാണ്ട് കണ്ണടഞ്ഞു പോയി. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ പകുതി സ്വപ്നത്തിലാവുന്ന പോലെ കണ്ണടഞ്ഞു പോയി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ ടൈമിൽ ഒരു ഷോളൊക്കെ ഇട്ട് കയ്യിലൊരു ജപമാല പിടിച്ച ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നിങ്ങനെ നോക്കി. അത് സിൽവർ കളറാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് ക്ലിയർ ആവുന്നില്ല. എന്നിട്ട് ഞാൻ കണ്ണ് തുറന്നിട്ട് ഞാൻ നേരെ നോക്കി. എൻ്റെ റൂമിൽ ഞാൻ മാതാവിൻ്റെ രൂപം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ നേരെ ഞാൻ നോക്കിയത് അതിലോട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുക്ക വന്നത് മാതാവായിരുന്നു. അപ്പോൾ അതിന് അപ്പുറത്ത് ഞാനൊരു നീല കളർ ജപമാല ഇട്ടിട്ടുണ്ട്. ആ ജപമാലയായിരുന്നു മാതാവിൻ്റെ കയ്യിൽ പിടിച്ചിരുന്നതെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡ് എണീറ്റപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ മാതാവ് വന്നു ഏട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ ഉപ്പൂറ്റി വേദന മാറിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി തൊട്ട് നോക്കും. മുമ്പ് തൊടാൻ പോലും പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് വേദനയും കല്ലിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഉപ്പൂറ്റി വേദന ഇപ്പോൾ തീരെ ഇല്ല, നിൽക്കാൻ പറ്റും, പ്രശ്നമില്ല. ഇനി ഉപ്പൂറ്റി വേദന എന്നൊരു കാര്യം പിന്നെ അതിനുശേഷം എൻ്റെ അടുത്ത് മിണ്ടിയിട്ടും ഇല്ല, ഒരു കാര്യം ബുദ്ധിമുട്ട് ഞാൻ കണ്ടിട്ടും ഇല്ല ഏട്ടൻ്റെ കാലിൽ. അതുപോലെ എൻ്റെ മെഴുകുതിരിയിലും മാതാവ്, എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാറുണ്ട്, കേട്ടിട്ടുണ്ട് ഞാൻ. മാതാവിൻ്റെ മെഴുകുതിരിയിൽ മാതാവ് വന്നു, മുല്ലപ്പൂ സുഗന്ധം കിട്ടി, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവ് നീ എന്നോട് എൻ്റെ അടുക്ക മാത്രം എന്താ നീ വരാത്തെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ മെഴുകുതിരിയിൽ ഒരിക്കൽ മെഴുകുതിരി ആളിക്കത്തിയ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പത്രം എടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പത്രം എടുത്ത് കൊടുക്കാൻ പോയ സമയത്ത് ആ മെഴുകുതിരിയിൽ പൊങ്ങി നിന്ന് ആ രൂപം തട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു വീണു താഴെ. അപ്പം ഞാൻ എടുത്ത് കളയാമെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് നോർമലി ചെയ്യുന്ന പോലെ എടുത്തുകൊണ്ട് പോയതാണ്. പക്ഷെ എൻ്റെ മനസ്സിലത് നോക്കെന്ന് പറയും. അതിൽ മാതാവും ഉണ്ണിയേശുവിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു രൂപം ക്ലിയർ ആയിട്ട് എൻ്റെ മെഴുകുതിരിയിൽ വരികയും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഉരുകി ഏത് സമയം നിന്നിട്ടുണ്ട്. അതുപോലെ QVP എന്ന് പറഞ്ഞ് പുതിയൊരു അപ്ഡേഷൻ സൗദിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല. കാരണം അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ, അത് രജിസ്ട്രേഷൻ ചെയ്ത് അവർക്കും അറിയത്തില്ല, ഞങ്ങളുടെ കോളേജിൽ ആർക്കും അറിയത്തില്ല. അത് സൗദിക്കാർ ഇപ്പം ന്യൂ ആയിട്ട് എടുത്തൊരു അപ്ഡേഷനാണത്. അപ്പം നമ്മുടെ ഡിഗ്രി വെരിഫിക്കേഷൻ്റെ കാര്യമായിരുന്നു. അപ്പം ഡിഗ്രിയിൽ അത് യൂണിവേഴ്സിറ്റിയിലാണ് അവർ അയക്കുന്നത്. യൂണിവേഴ്സിറ്റിക്കാർ റിപ്ലൈ കൊടുത്താൽ മാത്രമേ അവർ നമുക്ക് വെരിഫൈ ചെയ്താൽ സർട്ടിഫിക്കറ്റ് തരുകയുള്ളൂ. അവർ വിസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ സർട്ടിഫിക്കറ്റ് വേണ്ടിയിരുന്നത്. പക്ഷേ അത് അവർ കുറേ വട്ടം, ഒരു 6-7 വട്ടം അവർ റിക്വസ്റ്റ് കൊടുത്തു സൗദിയിൽ നിന്ന്. ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, മെയിൽ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെനിക്ക് റിപ്ലൈ തന്നത് അവർ നോക്കുന്നില്ല, റിപ്ലൈ ഇതുവരെ വന്നിട്ടില്ല, എന്നാൽ ഒരു ഇനിഷ്യേഷനും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ പ്രിൻസിപ്പളിനെ വിളിച്ച് പറഞ്ഞു. പ്രിൻസിപ്പൾ പറഞ്ഞു എനിക്കിതിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആകെ പെട്ട അവസ്ഥയായിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചിരുന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വിസ വേണം, എന്നെ സഹായിച്ചേ പറ്റൂ. ഞാൻ QVPയുടെ കാര്യം മാതാവിനോട് പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് ആ QVP ഇല്ലാതെ തന്നെ വിസ എനിക്ക് അടിച്ചു തന്നു. അതിനെൻ്റെ മാതാവിന് കോടാനുകോടി നന്ദിയുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു കാര്യം, QVP ഇല്ലാതെ എനിക്കത് കിട്ടുമെന്ന്. ഏജൻസിക്കാർ ഉറപ്പിച്ച് പറഞ്ഞു അത് വേണമെന്നാണ് പറഞ്ഞിരുന്നതെന്ന്. അങ്ങനെ QVP അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയി എൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് വാങ്ങാൻ വേണ്ടി. ആ ടൈമിൽ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, അത് QVP ആണെങ്കിലും എന്തോ ആണെങ്കിലും നമുക്ക് അവിടെ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റിക്കാർ നമ്മൾ അതിനനുസരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. എൻ്റെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നല്ല നമുക്ക് എത്ര ഇതുണ്ടെങ്കിലും നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അവിടെ ചെല്ലാൻ. രജിസ്ട്രേഷന് ചെല്ലുമ്പോൾ തന്നെ എല്ലാവർക്കും പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരവസ്ഥയിൽ ഞാൻ ആകെ പേടിച്ചിരുന്നതായിരുന്നു.
അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു നല്ല പൈസ കൊടുക്കേണ്ടി വരും, എങ്കിൽ മാത്രമേ അവർ അതിനുള്ള ഇനിഷ്യേഷൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ മാതാവ് അതില്ലാണ്ട് തന്നെ എനിക്ക് അതിന് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹങ്ങൾക്ക് എനിക്ക് യാതൊരു മെറിറ്റും ഇല്ലായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ്, അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത്. എനിക്ക് ഇതിവിടെ വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് എക്സാം പാസ്സായ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു പോയിട്ട് വിസയും ടിക്കറ്റും വേണ്ടേ, പോയിട്ട് വരാൻ പറഞ്ഞു. അത് അന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ ആരോടും, വീട്ടിലാണെങ്കിലും ആരോടും പറയുള്ളൂ എന്ന് പോകുന്ന കാര്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചു പോയി. എന്തായാലും സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സൺഡേയിലും ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തുമില്ല. ഞാൻ കുക്കിങ്ങിൽ സീറോവായിരുന്നു. ആ ടൈമിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അപ്പം ഉണ്ടാക്കാൻ അറിയാം, കറി എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, ഉപ്പ് കൂടിപ്പോവും എപ്പോഴും. അപ്പോൾ ഞാൻ അന്ന് ഇട്ട ഉപ്പ് മാതാവിൻ്റെ ഉപ്പായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ നീയാണിത് ഉണ്ടാക്കുന്നത്, ഞാനല്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എന്നിട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ കറിക്ക് എവിടെ നിന്നില്ലാത്ത സുഗന്ധവും ആ ഒരു ടേസ്റ്റും എനിക്കറിയത്തില്ല എങ്ങനെ അത് വന്നു എന്നുള്ളത്. അതിനുശേഷം ഞാൻ അതേ ഇൻഗ്രീഡിയൻസ് വെച്ചും അതേ റെസിപ്പി വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് ഇന്നേ വരെ എനിക്കത് ഉണ്ടായിട്ടില്ല, ആ ഒരു ടേസ്റ്റും ഒന്നും. അത് അങ്ങനെ ഞാൻ എല്ലാ വട്ടവും ഞായറാഴ്ച ഞാൻ അവിടെ 15 പേരുണ്ട്, അവർക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനൊരു അക്രൈസ്തവയാണ്. പണ്ടൊക്കെ ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത് എല്ലാ കാര്യത്തിലും. എന്ത് സാഡാണെങ്കിലും സന്തോഷമുള്ള എന്തിനും ഞാൻ ബോറടിക്കുക എന്തിനും ഞാൻ പാട്ടാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കേൾക്കുന്നത് ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ ടോക്കും എല്ലാം പിന്നെ സാക്ഷ്യങ്ങളുമാണ് ഞാൻ കേൾക്കുന്നത് എല്ലാ കാര്യവും. എനിക്ക് എപ്പോഴും മാതാവ് സാക്ഷ്യങ്ങളിലൂടെയാണ് മറുപടി തന്നിട്ടുള്ളത്. ഇന്നേ വരെ ഇപ്പം വരെ എനിക്ക് സാക്ഷ്യത്തിലൂടെയാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ളതല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ചൈതന്യ ശിവയുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. ചൈതന്യ ശിവ ഇവിടെ വന്നത് അമ്മായിമ്മയുടെ നിർദ്ദേശപ്രകാരം ഉടമ്പടി എടുത്താൽ നിൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്ന ഒരു നിർദ്ദേശപ്രകാരമാണ് ചൈതന്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിലൂടെ ചൈതന്യം വളർന്നു വന്നത് ഈശോയും മാതാവുമായിട്ടുള്ള ഒരു ഗാഢബന്ധമായിരുന്നു. എന്തു ചെയ്യുമ്പോഴും, എക്സാമിന് പോകുമ്പോഴും, ഭക്ഷണം വയ്ക്കുമ്പോഴും, ഏതാവശ്യത്തിനും അമ്മയോടും ഈശോയോടും ചോദിക്കാതെ കറിയിൽ എത്ര ഉപ്പിടണം, ഞാൻ എത്രമാത്രം ഭക്ഷണം വിളമ്പണം, എത്ര പേർക്ക് കൊടുക്കണം എന്നൊക്കെ കൃത്യമായി മാതാവ് ഗൈഡ് ചെയ്യുന്ന ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ചൈതന്യം നമ്മളോട് ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ കുഞ്ഞിനെ പോലെ മാതാവിനോട് സംസാരിക്കുകയും എല്ലാ കാര്യങ്ങളും മാതാവ് കൃത്യമായി വഴി നടത്തുകയും ചെയ്ത ഒരു ലൈഫ് എക്സ്പീരിയൻസ്, ഒരു ടെസ്റ്റിമണി സാക്ഷ്യമാണ് നമ്മുടെ മുൻപിൽ ചൈതന്യം പങ്കുവച്ചത്. എക്സാം സെൻറ്ററിൽ മാതാവിൻ്റെ സാന്നിധ്യവും അതുപോലെ തന്നെ തൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, സർജറി സമ്മറി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ വിഷമം എല്ലാം മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ മാതാവെ അത് കാണാനില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അത് എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയും അത് കണ്ടുപിടിക്കാനായി സഹായിക്കുകയും ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ചൈതന്യമായി തന്നെ നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ കേൾക്കാൻ സാധിച്ചു. മാതാവ് എല്ലാ കാര്യത്തിനും ധൈര്യം നൽകി മുന്നോട്ട് നയിക്കും. മാതാവ് എപ്പോഴും മുൻപേ പോകുന്നൊരു വ്യക്തിയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ആ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മാതാവ് ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് പോയി. നമ്മളൊരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ മാതാവ് നമുക്ക് വേണ്ടി 10 സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സാക്ഷ്യത്തിൽ നമ്മളിപ്പോൾ കേട്ടത്. ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി, ഈശോയുടെ സാന്നിധ്യം വഴി ചൈതന്യക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ചുകൊണ്ട്